ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പോളിറ്റിക്സ് ആണെങ്കിലും നമുക്കതിൽ ഇടപെട്ട് വർത്തമാനം പറയേണ്ട കാര്യമില്ല. പക്ഷെ ആ തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചില നേതാക്കന്മാർ തന്നെ ശ്രമിച്ചു എന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാധ്യതയായി ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില, അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടാത്തതാണ്. മാത്രമല്ല, അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ്. പ്രകോപിതനായിട്ട് പിന്നെ എന്തെല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുക. അങ്ങനെയുള്ള നിലയിലേക്ക് അദ്ദേഹത്തെ പോലെ ഒരാൾ പോകാൻ പാടുണ്ട്. ചിന്തിക്കേണ്ട കാര്യം, തന്റെ പാർട്ടിയിൽപ്പെട്ട സീനിയേഴ്സ് അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായം പറയാൻ നിർബന്ധമായത്? പരസ്യമായി പറഞ്ഞല്ലോ, അതേതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തിയല്ലാലോ, ഒരുപാട് ആളുകൾ പറഞ്ഞല്ലോ. അപ്പൊ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ ഉണ്ടാകേണ്ടിയിരുന്നത്. ബാക്കി കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ശരിയല്ലാത്ത നിലയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. രാഷ്ട്രീയത്തിന് അവമാനം വരുത്തി വെച്ചതാണ്. പൊതുപ്രവർത്തകർക്ക് അവമാനം വരുത്തി വെക്കുന്നതാണ്. അത്തരമൊരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയാണ് ഉണ്ടാവുക. ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത്. ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കും എന്നുള്ളത് എനിക്കുള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. സർക്കാരിന് പോലീസിലൊന്നും ഇതിലൊന്നും ചെയ്യാനില്ല. കാരണം CM തന്നെ പറഞ്ഞു, ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു, അത് ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണി സംസാരിക്കുന്നു. അപ്പോൾ ഈ പരാതി വരുന്നവരെ പോലീസിന് കാത്തിരിക്കേണ്ടതുണ്ടോ? അല്ലാതെ നടപടി എടുക്കാൻ പോലീസിനും ആഭ്യന്തര വകുപ്പിനും കഴിയില്ല. നിയമപരമായ നടപടികളെല്ലാം അതിൽ സ്വീകരിച്ചിരിക്കും. നിയമപരമായി സ്വീകരിക്കാൻ പറ്റുന്ന നടപടി എന്താണോ ആ നടപടി സ്വാഭാവികമായും പോലീസ് സ്വീകരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്താണോ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യം ആ നിയമപരമായ നടപടികൾ പോലീസ് സ്വീകരിക്കും. അതിൽ തന്നെയുള്ള ഒരു സംശയം, പുറത്തു വന്ന ശബ്ദ സംഭാഷണങ്ങൾ നമുക്ക് തെളിവുകൾ സഹിതം പൂർണ്ണമായി കിട്ടിയതാണ്. CM-ന് ഇന്റലിജൻസും സംവിധാനങ്ങളും ഉൾപ്പെടെയുണ്ട്. നിരവധി സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടെന്നും പറയുന്നു. അങ്ങനെ എന്തെങ്കിലും വിവരം അതെന്താണെന്ന് പുറത്തു പറയണം എന്നുള്ളതല്ല, ഇതിൽ കൂടുതലുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കളുടെ കൈവശമുണ്ട്. എന്റെ അടുത്തുള്ള വിവരം ഇപ്പൊ പറയേണ്ടതല്ലോ. ഏതായാലും നിങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ നല്ല നില പൊതുവിൽ മാധ്യമങ്ങൾ നല്ല നില സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാറുള്ളത്. അത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ഇടയാക്കുന്ന ഒന്നാണ്. നല്ല രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. ആ നില തുടരണം എന്നാണ് എനിക്ക്